ഇന്ന് നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടി നേരത്തെ ചെയ്തിരുന്ന ഒരു വർക്ക് തന്നെ വേറൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. യോക്ക് പോർഷനിൽ ഹെവി ആയിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. പിങ്കിൻ്റെ 4 കളർ ഷെയ്ഡും ഒരു ഗ്രീനിൻ്റെ കളർ ഷെയ്ഡുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വോക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ 2 നീഡിലാണ്. ക്രെവൽ നീഡിൽ 5 എടുത്തിട്ടുണ്ട്, ഷാർപ്പ് നീഡിൽ 3 ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്റ്റിച്ചിന് ഷാർപ്പ് നീഡിൽ 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്കിൻ്റെ പേപ്പർ പാറ്റേൺ. 2 വശത്തും ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതിലൊരു വശത്ത് വലിയ ബഞ്ചാണ് വരുന്നത്, മറ്റേ വശത്ത് ചെറിയ ബഞ്ചുമാണ് വരുന്നത്. സെയിം ഡിസൈൻ നമ്മൾ ക്ലോത്തിലേക്ക് കാർബൺ ഷീറ്റ് വെച്ചിട്ട് ട്രേസ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റെം പോർഷനിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സിൽക്ക് ത്രെഡ് ഒരു സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഒന്നുകൂടെ മടക്കി 2 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എടുത്തിട്ട് ആ സെയിം പോയിന്റിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കണം. താഴ്ത്തി കൊടുത്തിട്ട് ആ ത്രെഡ് ഫുള്ളായിട്ട് വലിക്കാതെ കുറച്ച് ഇതുപോലെ വെച്ച ശേഷം അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിലെടുത്ത് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം, അതും അല്ലെങ്കിൽ ബീഡ്സ് വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെയാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് റോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ ഞാൻ ഇവിടെ സെക്കൻഡ് റോയും കൂടെ ചെയ്യുവാണ്. അപ്പോൾ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ സെക്കൻഡ് റോ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്രാഞ്ചസിന് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റോ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം, അതും അല്ലെങ്കിൽ 3 റോ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി തിക്നെസ് കുറവാണ് വേണ്ടതെങ്കിൽ ഒറ്റ റോ ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ബ്രാഞ്ചസും ഓരോ രീതിയിലായിരിക്കും. ചിലതിന് വണ്ണം ഉള്ളതായിരിക്കും, ചിലതിന് വണ്ണം കുറവായിരിക്കും. അപ്പോൾ വണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ 2-3 റോ ആയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ വണ്ണം ആ തിക്നെസ് അതിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി 8 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2 ആയിട്ട് മടക്കി 16 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ നീഡിൽ എടുക്കേണ്ടത് സർക്കിളിൻ്റെ കുറച്ചകത്ത് നിന്നാണ്. അത് ഇതുപോലെ എടുത്ത ശേഷം 2 തവണ ത്രെഡ് ഒന്ന് നീഡിലേക്ക് ചുറ്റിയിട്ട് സർക്കിളിൻ്റെ ബോർഡറിൽ വേണം നീഡിൽ താഴ്ത്തി കൊടുക്കാനായിട്ട്. താഴ്ത്തി കൊടുക്കുമ്പോൾ വിരൽ ഇതുപോലെ പിടിച്ചാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു റിംഗ് നോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ റിംഗ് നോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് റിംഗ് നോട്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സിൽക്ക് ത്രെഡ് എടുത്തിട്ട് റിംഗ് നോട്ടുകൾ ചെയ്യാവുള്ളൂ കേട്ടോ. മാത്രമല്ല ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ നല്ല സമയം വേണം. അപ്പം ഒരു 3-4 ദിവസമെങ്കിലും വേണം നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം അത്ര ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല സിൽക്ക് ത്രെഡും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫ്ലവർ ചെയ്യണമെങ്കിലും സിൽക്ക് ത്രെഡ് ഇതുപോലെ 6 സ്റ്റാൻഡ്സ് 8 സ്റ്റാൻഡ്സ് ഒക്കെ ആക്കി എടുക്കാനായിട്ടും കുറച്ചധികം സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പം വർക്ക് കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ബിഗിനേഴ്സ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പം കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെ റിംഗ് നോട്ട് പഠിക്കുക കേട്ടോ. അതിനുശേഷം നല്ല ഒരു പ്രാക്ടീസ് ആയ ശേഷം വേണം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ സിൽക്ക് ത്രെഡ് നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ റിംഗ് നോട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അത് ശരിയായില്ലെന്ന് വെച്ചിട്ട് ഒട്ടും ടെൻഷൻ വേണ്ട. അത് കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയി വരുന്നതാണേ. ഇനി ഞാൻ 5 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് ഓരോ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സും ബഡ്സും ആയിട്ടാണ് വരുന്നത്. ബഡ്സിനാണ് ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അത് സ്കാറ്റർ ചെയ്തൊന്ന് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ കുറച്ച് ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് വേണമെങ്കിൽ പേൾസ് വെച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ അവിടെയും ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പേൾസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഫുൾ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. വർക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം വേണമെങ്കിലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.